Doctors Talking. Today we have SUT Patam Hospital CEO Colonel Rajiv Manari sir. Sir, welcome to the show. Thank you. എല്ലാ ഹോസ്പിറ്റലിലും ഒരു ക്യാൻറ്റീൻ ഉണ്ട്, പക്ഷെ അവിടെ എത്രത്തോളം വളരെ നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയില്ല. എത്രത്തോളം അത് വൃത്തിയായിട്ട് അതുപോലെ ക്ലീൻ ആയിട്ട് ഉള്ളൊരു ഹൈജീനിക് ആയിട്ടുള്ളൊരു ഫുഡ് അവിടെ ലഭിക്കുന്നുണ്ടോ ഈ പേഷ്യൻസിനായിരുന്നാലും. ഇപ്പോൾ ഹോസ്പിറ്റൽ എന്നുള്ളത് മാത്രമല്ല, നമുക്ക് എവിടെയായിരുന്നാലും. അപ്പോൾ ആ ഒരു ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും? ഫുഡ് സേഫ്റ്റിക്ക് ഒന്ന്, ഇപ്പോൾ ആശുപത്രിയെക്കുറിച്ച് ആദ്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ആശുപത്രിയിൽ ആ ഫുഡ് സേഫാണെന്നും നല്ല രീതിയിൽ അത് പാകം ചെയ്യപ്പെടുന്നുണ്ടെന്നും അവിടെ യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങളും പാടില്ല എന്നുള്ളതും ഒക്കെ അത് നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അത് ഞങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ അതുപോലെ അത് എല്ലാ തലത്തിലും അതൊരു പ്രാഥമിക ഉത്തരവാദിത്വമാണെന്ന് കണ്ടുകൊണ്ട് ചെയ്യാനുള്ളൊരു ഇതിനൊന്നും നിയമങ്ങൾ ആവശ്യമില്ല. നിയമങ്ങളുള്ളത് നല്ലതാണ്, പക്ഷേ നിയമത്തിന് അതീതമായിട്ടും ഇതൊക്കെ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ചെയ്തിരിക്കണം. അത് ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ട ഒരു ആവശ്യമാണ്. പിന്നെ നമ്മൾ ഇത് നിയമത്തിൻ്റെ ഇതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്സ് കോർപ്പറേഷനിലും അതുപോലെ വേറെ തലങ്ങളിലും ഉള്ളത് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഇഫക്റ്റീവ് ആയാൽ, അത് എല്ലാത്തിനും ഒരു പെനാൽറ്റി, ഒരു പണിഷ്മെൻ്റ് അല്ല ആൻസർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഈ ആശുപത്രിയിൽ സംഗതികൾ ശരിക്കും നടക്കുന്നില്ല ഉണ്ടെങ്കിൽ അത് വന്ന് കണ്ട് പറയുക, ഞങ്ങളെ കൊണ്ടത് ചെയ്യിക്കുക, അതും ഒക്കെ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാം ശിക്ഷയുടെ ഇതിൽ നിന്ന് കാണാതെ എങ്ങനെ ഇപ്പോൾ ആശുപത്രി എടുത്ത് വിട്ടിട്ടൊരു ചായക്കടയോ തട്ടുകടയോ ഒരു ഹോട്ടലോ അവിടെ ശുചിത്വമില്ലെങ്കിൽ അവരെ പറഞ്ഞ് അത് ചെയ്യിപ്പിക്കാം. ഇൻസ്പെക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഇൻസ്പെക്ഷൻ ഒരു ശിക്ഷയുടെ മോഡിലേക്ക് പോകാതെ ഒരു അവബോധം ക്രിയേറ്റ് ചെയ്യേണ്ട മോഡിലേക്ക് മാറുകയാണെങ്കിൽ കുറെ കൂടെ ഫലപ്രദമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തിരുവനന്തപുരത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇവിടെ വരണം എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കാരണം അതുപോലെ തന്നെ ക്യാൻസർ, ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഈ 16, 17, 18 തീയതികളിൽ സ്വസ്തി ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു ഗ്ലോബൽ പ്രിവെൻറ്റീവ് ഓങ്കോ സമ്മിറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും പങ്കുചേരേണ്ട സംഗതിയാണ്. ഈ NGOസിന് വളരെയധികം കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും. എല്ലാത്തിനും ഗവൺമെൻറ് സംവിധാനം തന്നെ വേണമെന്ന് ശഠിക്കുന്നതും അതിനുവേണ്ടി കാത്തിരിക്കുന്നതും ശരിയല്ല. നമുക്കെന്ത് ചെയ്യാം? ഇപ്പോൾ ഈ പ്രിവെൻറ്റീവ് ഓങ്കോ സമ്മിറ്റ് ഈ സ്വസ്തി ഫൗണ്ടേഷനും ഗവൺമെൻറ്റും അതിന് പങ്കാളികളാണ് ചെയ്യുന്നത്. ആ ക്യാൻസർ തടയാൻ സാധിക്കും. അത് വളരെ നേരത്തെ ഉണ്ടെങ്കിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. ആ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ത്, അതിനുള്ളൊരു സംവിധാനം, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ക്യാൻസർ ഇന്നും ഒരു വലിയ സംഭവമാണ്. ക്യാൻസർ ഒരു കുടുംബത്തിൽ ഉണ്ടായാൽ ആ കുടുംബം പിന്നെ രക്ഷപ്പെടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതൊക്കെ മാറ്റാൻ ആദ്യമേ പ്രിവെൻഷനാണ്, പിന്നെ ഏർലി ഡിറ്റക്ഷൻ, ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. അതിൽ ഗവൺമെൻറ് സംവിധാനം മാത്രം പോരാ, NGOസും കൂടെ കൈ ചേർന്ന് ഗവൺമെൻറ്റിൻ്റെ കൈകളെ ശക്തിപ്പെടുത്തണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഇതുപോലുള്ള സമ്മിറ്റ്സുകളൊക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു സമ്മിറ്റ് കഴിഞ്ഞിട്ട് വിട്ടുപോകാൻ പാടില്ല. അത് പ്രാവർത്തികമായ തലത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ചും ആലോചിക്കണം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ പബ്ലിക് പാർട്ടിസിപ്പേഷൻ എൻഷ്യൂർ ചെയ്യണം. ഇപ്പോൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് നമ്മൾ പലതും കേൾക്കുന്നുണ്ട്. അത് ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം നമ്മൾ കുറേയും കൂടെ പൊതുജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരണം. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്, പബ്ലിക് എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് വേറെയാണ് എന്നൊക്കെയുള്ളൊരു ധാരണകളാണ്, മിഥ്യാധാരണകളാണ് നമ്മളിപ്പോഴും വെച്ച് പുലർത്തുന്നത്. ആ ധാരണകളൊക്കെ മാറ്റി ഇതെല്ലാം നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണ്, നമ്മളെല്ലാം ഒന്നാണ്, നമ്മളെല്ലാം ഒരുമിച്ച് ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ
അതാണ് ഏറ്റവും അഭികാമ്യം. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് പ്രഗ്നൻസിയിലേക്ക് പോകുന്ന ആൾക്ക്, ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖം വരുന്നവർക്കും നമുക്ക് ഇപ്പോൾ പല ബെനിഫിറ്റ്സും സർക്കാർ കൊടുക്കാറുണ്ട്. ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ടെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് വെച്ചു, നമ്മൾ ഇപ്പോൾ ഐസൊലേറ്റഡ് കേസിലോ കുറേ കേസസിൽ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു. എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നും കൂടെ നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ചില സംഗതികൾ ഗവൺമെൻറ് ആനുകൂല്യങ്ങളുണ്ട് എന്ന് അറിയാത്തവരായിരിക്കും മിക്കവാറും പേരും. ഗവൺമെൻറ് സർക്കാർ എന്ത് ചെയ്യുന്നു, എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് അറിയിക്കാനൊരു ഇഫക്റ്റീവ് മീഡിയം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അറിയുകയാണെങ്കിൽ ആൾക്കാരത് ചെന്ന് വാങ്ങിച്ചെടുത്തോളും. പക്ഷെ അറിയാതെ പോകുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഈ അനീമിയ, ഇപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ലേഡീസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ കാണുന്ന പ്രഗ്നൻ്റ് ലേഡീസിന് ഒരു ലാക്ക് ഓഫ് അഡിക്വേറ്റ് ന്യൂട്രീഷൻ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കാണാം. ആ അനീമിയ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം, അത് ഏതൊക്കെ തലങ്ങളിൽ എന്തൊക്കെ ചെയ്യാം, പിന്നെ അതിനൊക്കെ ഉള്ള ആ പ്രോജക്ട്സ് എന്താണെന്ന് വെച്ചാൽ അത് ആ വേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു പ്രവർത്തന ശൈലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ നമുക്ക് വർക്കേഴ്സൊക്കെ ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ അതൊന്നും എല്ലാവരിലും എത്തുന്നില്ല എന്നുള്ളത് സാറ് പറഞ്ഞത് ഒരു മെയിൻ റീസൺ ആണ്. അത് എങ്ങനെ നമുക്കതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഏത് രീതിയിലേക്ക് നമുക്ക് സാറിൻ്റെ ഒരു രീതിയിൽ ഒരു അഡ്വൈസ് എന്തായിരിക്കും? അതിപ്പോൾ വാർഡ് തലത്തിൽ, ഇപ്പോൾ കോർപ്പറേഷൻ ഈ ത്രിതല ഭരണ സംവിധാനത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് ആ താഴത്തെ തട്ടിലുള്ള വാർഡ് കൗൺസിൽ, ആ ഏരിയയിലുള്ള ഇതാണ്. ചെറിയ ഏരിയയാണ്, ചെറിയ പോപ്പുലേഷനാണ്. അവിടെ ഈ സിറ്റിസൺസ് ഫോറംസൊക്കെ രൂപീകരിച്ച് ഒരു അവയർനെസ് ആഴ്ചയിലൊരിക്കലോ രണ്ടാഴ്ചയിലൊരിക്കൽ മീറ്റ് ചെയ്യാൻ വാർഡ് കൗൺസിലറിൻ്റെ അല്ലെങ്കിൽ വാർഡ് മെമ്പറിൻ്റെ അധ്യക്ഷതയിൽ ചേരാൻ സാധിക്കുകയാണെങ്കിൽ, റെസിഡൻസ് അസോസിയേഷൻസ് മീറ്റ് ചെയ്യാൻ ഉള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഗവൺമെൻറ് പ്രോഗ്രാംസ് അവിടെ സംസാരിക്കാൻ സാധിക്കും. ആർക്കൊക്കെ അത് ലഭ്യമാകുന്നുണ്ട് അല്ലെങ്കിൽ ലഭ്യമാകുന്നില്ല എന്നതിനെക്കുറിച്ചൊരു വിവരം അറിയാൻ സാധിക്കും. ആൻഡ് ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ കുടുംബ സമ്മേളനങ്ങളും അങ്ങനെ ഒക്കെ കാണാറുണ്ട്. അതൊരു റെഗുലർ വേയിൽ ഈ ഇലക്ഷൻ ഓറിയൻറ്റഡ് അല്ലാതെ സാധാരണഗതിയിൽ മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ ഒരു ഫിക്സ്ഡ് ഇത് വെച്ചിട്ട് ഒത്തുകൂടുകയാണെങ്കിൽ എന്തൊക്കെ ലഭ്യമാകുമെന്ന് അറിയാൻ സാധിക്കും, എന്തൊക്കെ ലഭ്യമാകുന്നില്ലെന്ന് അറിയാൻ സാധിക്കും, എന്തൊക്കെയാണ് കൂടുതൽ വേണ്ടതിനെക്കുറിച്ചും സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ആ വാർഡ് കൗൺസിൽ തലങ്ങളിൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഈ ത്രിതല സംവിധാനത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ആ താഴെത്തട്ടിലുള്ള സംഗതിയാണ്. കാരണം എല്ലാവർക്കും അവിടെ ശരിക്കും ഡെമോക്രസി വർക്ക് ചെയ്യുന്നത് അവിടെയാണ് അത് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ വിധത്തിലുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും അവിടെ നടക്കാം. കിട്ടാനുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അത് കിട്ടുന്നില്ലെങ്കിൽ അത് കിട്ടാനുള്ള വഴി കണ്ടുപിടിക്കാം. ഇതൊക്കെ ചെയ്യാവുന്നൊരു ഒരു സംവിധാനം ഭംഗിയായിട്ട് വർക്ക് ചെയ്യണം. സർ, വലിയൊരു അഡ്വൈസാണ് എല്ലാവർക്കും കൊടുത്തത്. അഡ്വൈസ് മാത്രമല്ല, ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത്. ആസ് എ ഗവൺമെൻറ് ആയിരുന്നാലും അതുപോലെ പബ്ലിക് ആയിരുന്നാലും പ്രൈവറ്റ് ആയിരുന്നാലും എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഒരു സമൂഹം എല്ലാവരും തന്നെ ഒത്തൊരുമിച്ച് പോയാൽ മാത്രമേ നമുക്ക് ഇവിടെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ആ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കൊരു ആരോഗ്യമുള്ള ഒരു കേരളം അല്ലെങ്കിൽ ഒരു ട്രിവാൻഡ്രത്തിനെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് സംസാരിച്ചത്. അപ്പോൾ എല്ലാം അല്ലേ, ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് നമ്മുടെ കേണൽ മണാലി സാർ നമ്മളോടൊപ്പം സംസാരിച്ചത്. സർ, താങ്ക് യു സോ മച്ച്. രാജീവ് മണാലി സാറായിരുന്നു കുറച്ചു നേരം നമ്മളോടൊപ്പം ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചത്. താങ്ക് യു സർ. താങ്ക് യു.